സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് CorelDRAW എന്ന ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ചാണ്. ഉൾക്കാഴ്ചയിൽ നിന്നും എൻ്റെ പേര് ഷഫീഖ്. ഞാനെന്നും നിങ്ങളുടെ സ്വന്തം സുഹൃത്ത്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ CorelDRAW ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നതാണ് വെൽക്കം സ്ക്രീൻ. ഇവിടെ നമുക്ക് പുതിയ ഫയൽ തുറക്കാൻ, ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ഫയലുകൾ കാണാൻ, നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയലുകൾ കാണാൻ ഇവിടെ ഓപ്പൺ ചെയ്യാം, ടെംപ്ലേറ്റുകൾ കാണാം തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഈ വെൽക്കം സ്ക്രീൻ ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ, അതായത് ഷോ ദിസ് വെൽക്കം സ്ക്രീൻ അറ്റ് സ്റ്റാർട്ടപ്പ് എന്ന ഈ ഓപ്ഷൻ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്താൽ ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വെൽക്കം സ്ക്രീൻ ഉണ്ടാവില്ല. വിൻഡോസിലെ എല്ലാ ആപ്ലിക്കേഷനും പോലെ ഇവിടെ ടൈറ്റിൽ ബാർ, ശേഷം മെനു ബാർ, ശേഷം ഇവിടെ പ്രോപ്പർട്ടി ബാർ, തൊട്ടതായ സ്റ്റാൻഡേർഡ് ബാർ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ടൂൾ ബോക്സ്. ഇവിടെ കാണുന്ന ഈ ഓപ്ഷനുകളെല്ലാം ഡെഡ് ആയിരിക്കാൻ കാരണം നമ്മൾ ഇതുവരെ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങിയിട്ടില്ല. നമുക്ക് ഡോക്യുമെന്റ് ഇവിടെ 2-3 രീതിയിൽ ചെയ്യാം. ഒന്ന് ഫയൽ ന്യൂ, അല്ലെങ്കിൽ ctrl+n, അതുമല്ലെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഡോക്യുമെന്റ് തുറന്നു എന്നതായി കാണാം. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നതാണ് പേപ്പർ ടൈപ്പ്. ഇവിടെ നമുക്ക് സ്ലൈഡ്, ലെറ്റർ, ലീഗൽ തുടങ്ങി A4, എൻവലപ്പ് തുടങ്ങി നിരവധി പേപ്പർ ടൈപ്പുകൾ കാണാം. അതേപോലെ പേപ്പറിൻ്റെ നീളവും വീതിയും നമുക്കിവിടെ മാറ്റം വരുത്താം. ഇപ്പോൾ പേപ്പറിൻ്റെ നീളവും വീതിയും മാറ്റം വരുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ വിഡ്ത്തും ഹൈറ്റും നോക്കിയതിന് ശേഷം ഇവിടെ കാണുന്നതാണ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. അതായത് നമ്മൾ ചില നോട്ടീസുകൾ കാണുമ്പോൾ ഈ 2 രീതിയിൽ പ്രിന്റ് ചെയ്തു വരുന്നത് നമുക്കിവിടെ കാണാം. അതേ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ശേഷം നമുക്കിവിടെ യൂണിറ്റ് കാണാം. ഈ പേപ്പർ ഏത് യൂണിറ്റിൽ വേണം, ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പിക്കാസ്, പോയിന്റ്സ്, പിക്സൽസ് തുടങ്ങിയുള്ള യൂണിറ്റുകൾ നമുക്കിവിടെ കാണാം. ശേഷം നമ്മളിവിടെ കാണുന്നതാണ് ഓപ്പൺ. ctrl+o എന്ന ഷോർട്ട് കട്ടിൽ കാണാം. ഇതേ ഓപ്ഷൻ തന്നെയാണ് ഈ ഓപ്പണും അതേപോലെ സേവ് എന്ന ഈ ഓപ്ഷനും മറ്റ് ആപ്ലിക്കേഷനിൽ കാണുന്ന അതേ രീതിയിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നന്ദി, നമസ്കാരം.